പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, സാബത്ത് വിശുദ്ധമായി ആചരിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിവസത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, യഥാർത്ഥ ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടെ സാബത്ത് ആചരിക്കുമ്പോഴാണ് അത് ദൈവസന്നിധിയിൽ പ്രീതികരമായി തീരുന്നത്. അധ്വാനിക്കുന്ന മനുഷ്യന്റെ ആത്മീയത നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും അഹങ്കരിക്കാതിരിക്കുവാനും കർത്താവ് നൽകിയതാണ് സാബത്ത് ദിവസം. സാബത്ത് ദൈവികമായ നന്മ പ്രാപിക്കേണ്ട ദിവസമാണ്. ലാസറിന്റെ ഭവനത്തിൽ യേശു ചെന്നപ്പോൾ മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുന്നതിൽ തിരക്കുള്ളവളായിരുന്നു. എന്നാൽ മറിയം യേശുവിന്റെ പാദത്തിൽ വചനം ശ്രവിച്ചുകൊണ്ടേയിരുന്നു. യേശു പറഞ്ഞു, മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥതയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ ക്രിസ്തു നമ്മെ വിളിക്കുകയാണ്. ചെയ്തുപോയ പാപങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കുകയില്ലെന്നും പാപ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പുറപ്പാടിന്റെ പുസ്തകം 31-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും. അതുകൊണ്ട് സാബത്തിലെ കർത്താവിനെ നമുക്ക് ഓർക്കാം. വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പാപങ്ങൾ മോചിക്കുവാനായി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ ദൈവം, അവിടുന്ന് തന്റെ തിരുരക്തത്താൽ നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ച് നമുക്ക് നന്ദി പറയാം. കുരിശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ഉള്ളം നിറയുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്കായി നന്ദി പറയുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഓ യേശുവേ, ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, പാവനമേ ക്രൂശിൻ സ്നേഹം. ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, പാവനമേ വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, കർത്താവേ അങ്ങേക്ക് നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, യേശുവേ നന്ദി, നന്ദി യേശുവേ.
കർത്താവായ യേശുവേ അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദി യേശുവേ, ഓ ഗ്ലോറി ജീസസ്. നന്ദി യേശുവേ. ഉഴവുകാർ ഉഴുതുമറിച്ചതുപോലെ തൻ്റെ ശരീരത്തിൽ നമുക്കായി മുറിവുകളേറ്റ കർത്താവേ, അങ്ങയുടെ തിരുമുറിവിനാൽ ഞങ്ങൾ സൗഖ്യരാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുവേ, എൻ്റെ വേദനയേറ്റ ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ രക്തത്താൽ ഞാൻ ശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു. യേശുവേ, അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഒരു നറുപ്പൂവിനെ ഞെരിച്ചമർത്തും പോലെ നിന്ദേഹം ക്രൂരമായി തകർത്തുവോ യേശുവേ. കാൽകരം തുളച്ച കാരിരുമ്പാണിയിൽ ദൈവത്തിൻ കുഞ്ഞാടെ നീ പിടഞ്ഞു. സാക്ഷാൽ നീ എൻ്റെ വേദന ചുമന്നു. കർത്താവേ, നിന്നടിപ്പിണരിൽ ഞാൻ സൗഖ്യമായി. എൻ സമാധാനത്തിൻ ശിക്ഷ നീ വഹിച്ചു. നിന്നീണത്താൽ ഞാൻ ശുദ്ധനായി. വെറും വാക്കുകൊണ്ട് നിൻ സ്നേഹം വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, ഓ യേശുവേ, നന്ദി യേശുവേ, ഗ്ലോറി ജീസസ്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ. സാത്താനെ തോൽപ്പിച്ച് മരണത്തെ ജയിച്ച് ഉദ്ധിതനായ യേശുവേ, മഹത്വവും ആരാധനയും എന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. അങ്ങേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്നെയും എനിക്കുള്ള സർവരെയും അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങേ രക്തത്താൽ എന്നെ മറയ്ക്കണമേ കർത്താവേ. എന്നിലെ ഭയവും ദുഃഖവും നിരാശയും അവിടുന്ന് നിശേഷം എടുത്തു മാറ്റണമേ കർത്താവേ. യേശുവേ, എൻ്റെ ആത്മാവിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. നിൻ മരണം മാത്രമല്ല, നിൻ പുനരുത്ഥാനവും ഓർക്കുന്നു ഞാൻ. കർത്താവേ, മരണത്തെ ജയിച്ച് സാത്താനെ തോൽപ്പിച്ച് ഉയർപ്പിൻ ജയഗീതം പാടുന്നു ഞാൻ. ഹല്ലേലൂയ. അധികാരം നിനക്ക്, കർത്താവേ, വാഴ്ചയും നിനക്ക്. രക്തത്താൽ വാങ്ങിയ സകലവും നിനക്ക്. ഭയവിനിയില്ല, ദുഃഖവും ഇല്ല. യേശുവനെ സ്വന്തമാക്കിയതാ. ഓ കർത്താവേ, വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, യേശുവേ നന്ദി. നന്ദി യേശുവേ, കർത്താവേ നന്ദി. നന്ദി യേശുവേ, യേശുവേ നന്ദി കർത്താവേ. നന്ദി യേശുവേ, ഗ്ലോറി ജീസസ്. നന്ദി യേശുവേ, കർത്താവേ നന്ദി പറയും. നന്ദി യേശുവേ, യേശുവേ നന്ദി. നന്ദി യേശുവേ, യേശുവേ നന്ദി. നന്ദി യേശുവേ, യേശുവേ നന്ദി.
ഇന്ന് കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്നും അതുവഴി കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.